അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാൾ പറയുന്നത് കാണാം. ഒരു ദിവസം ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുള്ള സമയം. എല്ലാവരും പെട്ടെന്നൊന്ന് വുളൂവെടുത്ത് കയ്യണമെന്ന് കാത്തിരിക്കുന്ന സമയമായിരുന്നു. വെള്ളത്തിന് തൊടാനേ പറ്റില്ല, അങ്ങനെയുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരമായി ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ കൈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് അണുക്കുന്നത് പോലുമില്ല. ഞാനവിടുന്ന് അത്ഭുതപ്പെട്ടുപോയി. എന്തേ ഇങ്ങനെ ഷേഖ് അവറുകൾ ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാവരും ഒരിക്കലൊന്ന് ഉളുവെടുത്താൽ കഴിഞ്ഞാൽ മതി എന്ന് കരുതിയിരിക്കുന്നൊരു സമയത്താണ്, ഇത്രമാത്രം തണുപ്പുള്ള സമയത്താണോ വെള്ളത്തിൽ കൈമുക്കി ഇരിക്കുക എന്ന് ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അങ്ങനെ ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലെത്തി ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുമക്കാൻ വേണ്ടി അടുത്തേക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു എന്നോട് ചൂടായിപ്പോയി. പിന്നീട് അവിടുന്ന് കൈ വെള്ളത്തിൽ നിന്ന് എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, അല്ലേ എന്തേ നിങ്ങൾ ചൂടായത്? അപ്പോഴാണ് പറഞ്ഞു, ഞാൻ ഇത്ര നേരം വെള്ളത്തിൽ കൈമുക്കി ഇരിക്കാനുള്ള കാരണം എൻ്റെ കയ്യിൽ ഒരു കൊതുക് വന്ന് കുറേ നേരമായിരുന്നു എൻ്റെ രക്തം ഊമ്പിക്കുടിക്കുന്നത്. അതിൻ്റെ ഭക്ഷണം എൻ്റെ രക്തം ഇങ്ങനെ കുടിക്കുകയായിരുന്നു. അപ്പോൾ കൈ അനക്കിയാൽ അതിന് പ്രയാസമാവല്ലോ, അവിടെ നിന്ന് പോവല്ലോ, അതിൻ്റെ ഭക്ഷണം നഷ്ടപ്പെട്ടു പോവുമല്ലോ എന്ന് കരുതി ഞാനത് കുടിക്കട്ടെ എന്ന് കരുതി കുറേ നേരം ഇങ്ങനെ കാത്തിരുന്നതാണ്. നോക്കണം, എന്തൊരു വിഷയമാണ്. കൊതുകിന് വേണ്ടി തൻ്റെ കൈയിനെ നീറ്റു കൊടുക്കുകയാണ്. അതെ, അതും എവിടെയാണ്? വെള്ളത്തിൽ, നല്ല തണുപ്പുള്ള സമയത്ത് വെള്ളത്തിൽ കൈയിട്ട് അവിടെ നിന്ന് കൊതുകിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ തൻ്റെ ശരീരത്തിന് മാറ്റിവെക്കുകയാണ്. ഇതാണ് ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നാം വായിക്കുമ്പോൾ നാം പഠിക്കേണ്ട വലിയ മാതൃകയാണ്. അതേ മഹാന്മാരുടെ ജീവിതം. അവർ കേവലം നിസ്കരിച്ചവർ മാത്രമല്ല, അവർ കേവലം ഖുർആനോദിയവർ മാത്രമല്ല, ഇതൊക്കെയും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ എത്രയോ ഇത്തരത്തിലുള്ള നല്ല നല്ല സ്വഭാവങ്ങൾ, അതേ തൻ്റെ കൂടെയുള്ള ജനങ്ങൾക്ക് അവർ നന്മ ചെയ്തു. തൻ്റെ കൂടെയുള്ള മൃഗങ്ങൾക്ക്, പ്രാണികൾക്ക്, പക്ഷികൾക്ക്, എല്ലാ ജീവികളും അത് എൻ്റേത്, ഞാൻ പോലെ ഉള്ള ഒരു ജീവിയാണെന്ന് കരുതി, അത് അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല, എന്നെക്കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് കരുതി. അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിക്ക് എൻ്റെ കൊണ്ട് ബുദ്ധിമുട്ടായാൽ അത് കേവലം ഒരു കൊതുകാവട്ടെ അല്ലെങ്കിൽ ഒരു ഉറുമ്പാവട്ടെ, ഒന്നിനും വേദനിപ്പിക്കാതെ, അതിനൊക്കെയും വേദനിപ്പിച്ചാൽ നാളെ റബ്ബ് ചോദിക്കുമെന്നുള്ള ഭയത്തോടു കൂടെയാണ് ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ ജീവിച്ചിട്ടുള്ളൂ എന്ന് വളരെ ഗൗരവത്തോടു കൂടെ കാണണം. അപ്പോഴേ അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തം കിട്ടുകയുള്ളൂ, ഇഷ്ടം കിട്ടുകയുള്ളൂ. നമ്മൾ കൊതുക് പോവട്ടെ, ഉറുമ്പ് പോവട്ടെ, പ്രാണികൾ പോവട്ടെ, പക്ഷികൾ പോവട്ടെ, മറ്റുള്ള ജീവികൾ പോവട്ടെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാർ, മനുഷ്യന്മാർ, അവരൊക്കെ നാം എത്രമാത്രം വേദനിപ്പിക്കുന്നു, എത്രമാത്രം അവരെ നാം വിഷമിപ്പിക്കുന്നു, നമ്മളെ കാരണത്താൽ അവരെത്രമാത്രം വേജാറാകുന്നു, അവരെ നാം ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ഇവിടെയാണ് നാമും ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതമായി നാം തട്ടിച്ചു നോക്കേണ്ടത്. അതേ, നാം നന്നാകണം, നല്ല സ്വഭാവം ഉണ്ടാകണം, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണം. അതാണ് ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട വലിയ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.